നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ക്രൈംബ്രാഞ്ച് SP VM മുഹമ്മദ് റഫീഖിനെയാണ് സ്ഥലം മാറ്റിയത്. കോട്ടയം ക്രൈംബ്രാഞ്ച് SP സാബു മാത്യുവിനാണ് പകരം ചുമതല. കസ്റ്റഡിയിൽ വാങ്ങിയ മുഖ്യപ്രതികളെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് സ്ഥലം മാറ്റം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തെ സഹായിക്കാൻ ഫണ്ട് ശേഖരണവുമായി UDF. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തി. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തെ തുടർന്ന് പ്രതിരോധത്തിലായ CPM രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. യാദൃച്ഛികമായി സംഭവിച്ച പ്രാദേശിക വിഷയത്തെ ഉപയോഗിച്ച് CPMനെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമം നടക്കുന്നതായി കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ 3ാമത് ബിരുദദാന ചടങ്ങ് പെരിയയിലെ ക്യാമ്പസിൽ നടന്നു. ഗവർണർ ജസ്റ്റിസ് J. സദാശിവം വിദ്യാർത്ഥികൾക്ക് ബിരുദം സമ്മാനിച്ചു. ബാളികെ അസീസ് കൊലക്കേസിലെ പ്രതി ജയറാം നോഡയ്ക്ക് വെട്ടേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ജയറാമിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലപ്പാടി ടോൾ ഗേറ്റ് ജീവനക്കാർക്കെതിരെ പ്രദേശവാസികളുടെ പരാതി. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിൽ ടോൾ ഗേറ്റിലെത്തി പ്രതിഷേധം അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ SP VM മുഹമ്മദ് റഫീഖിനെ സ്ഥലം മാറ്റി. എറണാകുളത്തേക്കാണ് സ്ഥലം മാറ്റം. കോട്ടയം ക്രൈംബ്രാഞ്ചിലെ സാബു മാത്യുവിനാണ് പകരം ചുമതല. കസ്റ്റഡിയിൽ വാങ്ങിയ മുഖ്യപ്രതികളെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് സ്ഥലം മാറ്റം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണ ചുമതലയുള്ള SP VM മുഹമ്മദ് റഫീഖിനെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. കേസിൽ അന്വേഷണം ആരംഭിച്ച് 4ാം ദിവസമാണ് സ്ഥലം മാറ്റം. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയ പീതാംബരനെയും സജി ജോർജിനെയും ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കെ SP-യുടെ സ്ഥലമാറ്റം അന്വേഷണത്തെ കാര്യമായി ബാധിച്ചേക്കും. കേസിൽ ഇടപെടുന്നുവെന്ന സംശയത്തെ തുടർന്ന് ക്രൈംബ്രാഞ്ച് DYSP TP രഞ്ജിത്തിനെ കോഴിക്കോടിലേക്ക് നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസ്യത ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കൾ DGPക്ക് കൈമാറിയത്. കേസ് അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന SP-യുടെ ആവശ്യത്തെ തുടർന്നാണ് സ്ഥലം മാറ്റമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് CPM അന്വേഷണാരംഭം മുതൽ നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ മാറ്റിയെന്ന മാധ്യമ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ അന്വേഷണം ഇതുവരെ നടന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംതൃപ്തിയില്ല കേട്ടോ. അന്വേഷണം പൂർണ്ണമായിട്ട് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞത്. ആദ്യം വെച്ചിരിക്കുന്ന IG ശ്രീജിത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല. കാരണം അദ്ദേഹത്തിന് അടുപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ യജമാന സ്നേഹത്തോടുകൂടി CPM അനുകൂലമായി ചെയ്യുന്ന ചുറ്റുപാടാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ക്രൈംബ്രാഞ്ച് തലവനെ തന്നെ മാറ്റിയതിലൂടെ അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഉന്നത CPM നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് പുറത്തുവരാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് നടപടി. യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് നീക്കം നടക്കുന്നത്. കൊലപാതകികൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും ചെന്നിത്തല കാസർഗോഡ് പറഞ്ഞു. അന്വേഷണ സംഘത്തിലെ തലവനെ തന്നെ മാറ്റിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ നീക്കം സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. മുഹമ്മദ് റഫീഖായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ തലവൻ. മുഹമ്മദ് റഫീഖിനെ എന്തിനു മാറ്റി? സാധാരണഗതിയിൽ ഒരു കേസന്വേഷണം നടക്കുമ്പോൾ കേസന്വേഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനെ മാറ്റുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ മാറ്റുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? എന്ത് സന്ദേശമാണ് നൽകുന്നത്? നേരത്തെ കാസർഗോഡ് SP ആയിരുന്ന ഡോക്ടർ ശ്രീനിവാസനായിരുന്നു അന്വേഷണത്തിൻ്റെ ചുമതല. ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ തലവനായി നിയോഗിച്ചത് മുഹമ്മദ് റഫീഖ് എന്ന SP ആണ്. അദ്ദേഹത്തെ എന്തിനു മാറ്റി? ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തി പറയുന്നു എനിക്ക് ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മാറിയെന്ന് ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് പറയിക്കുന്നു.
മലയാളം അറിയാവുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതെല്ലാം കേസ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണെന്ന്. കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തെ സഹായിക്കാൻ ഫണ്ട് ശേഖരണവുമായി UDF പ്രവർത്തകർ. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഫണ്ട് ശേഖരണം നടന്നത്. സഹപ്രവർത്തകരുടെ കുടുംബത്തിന് താങ്ങും തണലുമായി നിലയുറപ്പിക്കുമെന്ന പ്രഖ്യാപനത്തോട് ചേർന്ന് നിന്നാണ് UDF പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നേതാക്കൾ ഫണ്ട് ശേഖരണത്തിന് ഇറങ്ങി. കാസർഗോഡ് നഗരത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ജനങ്ങളെ സമീപിച്ചു. 42 കേന്ദ്രങ്ങളിൽ UDF പ്രവർത്തകന്മാർ വീടാന്തരം കയറി കടകൾ കയറി കിട്ടുന്ന പണം സ്വരൂപിച്ച് ഈ വീട്ടിൽ ഈ 2 കുടുംബങ്ങളെയും സംരക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഉമ്മൻചാണ്ടിയും നീലേശ്വരത്ത് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും നേതൃത്വം നൽകി. നേതാക്കൾ ബക്കറ്റുമായി നീങ്ങിയപ്പോൾ തെരുവ് കച്ചവടക്കാരുൾപ്പെടെ കുടുംബസഹായ ഫണ്ടിൽ പങ്കാളികളായി. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SPയെ മാറ്റിയതിനെ നേതാക്കൾ വിമർശിച്ചു. നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയേ പറ്റൂ. ഇത്തരത്തിൽ നിഷ്ഠൂരമായ ക്രൂരമായ ഒരു കൊലപാതകം, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം നടന്നിട്ട് തുടക്കത്തിൽ തന്നെ അന്വേഷണം പാളുകയാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കാൻ ഗവൺമെൻറ് തുനിഞ്ഞത് നിർഭാഗ്യകരമായി പോയി. ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇതിൽ CBI അന്വേഷണം വരുന്നവരെ തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഗവൺമെൻറ് വരുന്നവരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഉന്നത CPM നേതാക്കളുടെ പങ്ക് പുറത്തുവരാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് SPയെ മാറ്റിയതെന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പ്രതികരിച്ചു. കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനൊപ്പം കൃപേഷിന്റെ കുടുംബത്തിന് വീട് വെച്ചു നൽകുന്നതിനും UDF തുടക്കമിട്ടിട്ടുണ്ട്. യാദൃശ്ചികമായി സംഭവിച്ച പ്രാദേശിക വിഷയത്തെ ഉപയോഗിച്ച് CPMനെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമം നടക്കുന്നതായി കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. CBI അന്വേഷണത്തെ പരിഹസിച്ച വിജയരാഘവൻ CBIയെ ഉപയോഗിച്ച് പാർട്ടിക്കെതിരെ നിരവധി കള്ളക്കേസ് ചുമത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. പെരിയയിൽ CPM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം CPIഎമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലാണ് CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിയയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. LDF കൺവീനർ A. വിജയരാഘവൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. യാദൃശ്ചികമായി സംഭവിച്ച പ്രാദേശിക വിഷയത്തെ ഉപയോഗിച്ച് CPIഎമ്മിനെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമം നടക്കുന്നതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ A. വിജയരാഘവൻ പറഞ്ഞു. CBI അന്വേഷണം എന്ന ആവശ്യത്തെ പരിഹസിച്ച വിജയരാഘവൻ CBI ഉപയോഗിച്ച് പാർട്ടിക്കെതിരെ നിരവധി കള്ളക്കേസ് ചുമത്തിയിട്ടുണ്ടെന്നും പറഞ്ഞു. നിർഭാഗ്യകരമായ ഒരു സാഹചര്യം, യാദൃശ്ചികമായി ഉണ്ടായ പ്രാദേശികമായി സംഭവിച്ച ഒരു വിഷയത്തെ CPIM എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെ പടവാളായ നമ്മുടെ പ്രസ്ഥാനത്തെ പൂർണ്ണമായി ദുർബലപ്പെടുത്താൻ, കടന്നാക്രമിക്കാൻ, ഈ സംഭവത്തെ ദുർവിനിയോഗം ചെയ്യുക എന്നൊരു നിലപാടാണ് ഇവിടെ കോൺഗ്രസ്സുകാർ, UDFകാർ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരൊന്നാകെ ഒത്തുചേർന്നുകൊണ്ട് ചെയ്തത്. ചടങ്ങിൽ P. കരുണാകരൻ MP, KP ചതുശ്ചന്ദ്രൻ, MV ബാലകൃഷ്ണൻ മാസ്റ്റർ, K. കുഞ്ഞിരാമൻ MLA, KV കുഞ്ഞിരാമൻ, CH കുഞ്ഞമ്പു, M. പൊക്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ 3ാമത് ബിരുദദാന ചടങ്ങ് പെരിയയിലെ ക്യാമ്പസിൽ നടന്നു. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് മുഖ്യാതിഥിയായ ഗവർണർ ജസ്റ്റിസ് J. സദാശിവമാണ് വിദ്യാർത്ഥികൾക്ക് ബിരുദം സമ്മാനിച്ചത്. രാവിലെ 11 മണിയോടെയാണ് കേന്ദ്ര സർവകലാശാലയിൽ ബിരുദദാന ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് വിവിധ പഠന വകുപ്പുകളിൽ നിന്നും അർഹത നേടിയ 690 വിദ്യാർത്ഥികൾക്ക് ഗവർണർ ബിരുദം സമ്മാനിച്ചു. വിദ്യാഭ്യാസം അക്കാഡമിക് യോഗ്യതയ്ക്കും ജോലിക്കും വേണ്ടി മാത്രമുള്ളതല്ലെന്നും സമൂഹ സേവനത്തിനായും അത് വിനിയോഗിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. I have always felt that the practice of party politics is a person's right. I am not denying you have every right to join any party, but an aggressive version of politics does not suit a campus atmosphere. I will repeat, an aggressive version of politics does not suit a campus atmosphere. What we need in campuses is not aggression or violence.
കഴിഞ്ഞ 10 വർഷങ്ങളായി കേന്ദ്ര സർവകലാശാലയുടെ മികച്ച പ്രവർത്തനം ഏറെ പ്രതീക്ഷയോടെയാണ് കേരള ജനത വീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാല ചാൻസലർ പ്രൊഫസർ SV ശേഷഗിരി റാവു, വൈസ് ചാൻസലർ ഡോക്ടർ G ഗോപകുമാർ, പ്രൊഫസർ ഡോക്ടർ K ജയപ്രസാദ്, രജിസ്ട്രാർ രാധാകൃഷ്ണൻ നായർ, വിവിധ പഠനവകുപ്പ് മേധാവികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ കർഷക അവകാശ പ്രഖ്യാപന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ കേളകം വരെ സമരപ്രഖ്യാപന വിളംബര ജാഥ നടത്തുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ടോണി പുഞ്ചക്കുന്നിൽ കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു കർഷക പ്രചരണ ജാഥ 4-ാം തീയതി തിങ്കളാഴ്ച കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാൻ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ജാഥ അന്ന് അവിടെ നിന്ന് ആരംഭിച്ചതിന് ശേഷം രാവിലെ മാർച്ചോടുകൂടിയാണ് ജാഥ ആരംഭിക്കുന്നത്. ജാഥ അന്ന് 2 മണിക്ക് പടിപ്പിൽ, അതിനുശേഷം വെള്ളരിക്കുണ്ടിൽ, അതിനുശേഷം ചിറ്റാരിക്കായൽ ചെറുപുഴയിൽ സമാപിക്കുന്നു. പിറ്റേ ദിവസം ചെമ്പേരിയിൽ സമാപിക്കുന്നു. 6-ാം തീയതി ഇവിടെ കേളകത്ത് സമാപിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് ബൈലോ ഭേദഗതിക്കായി ചേർന്ന യോഗത്തിലെ അജണ്ട ചട്ടങ്ങൾക്ക് നിരക്കാത്തതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. ചട്ടങ്ങൾ പാലിക്കേണ്ട ചെയർമാൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായും കൗൺസിലർമാർ. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് ബൈലോ അംഗീകരിക്കുന്നതിനായി ചേർന്ന കൗൺസിൽ യോഗത്തിലെ അജണ്ട നിയമപരമായി നിലനിൽക്കാത്തതാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. 2010 ജൂൺ 25-ന് 16-ാം നമ്പർ അജണ്ടയായി അംഗീകരിച്ച ബൈലോ നിലനിൽക്കെയാണ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി നേരിട്ട് ബൈലോ ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. ഇത് നിയമപരമായി നിലനിൽക്കില്ലെന്നും കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയപ്പോൾ ചെയർമാൻ വോട്ടിംഗ് നടത്തി ബൈലോ ഭേദഗതി അംഗീകരിച്ച് ഇറങ്ങിപ്പോവാനുണ്ടായെന്നും കൗൺസിലർമാർ ആരോപിച്ചു. നിയമവിരുദ്ധമായ ഇത്തരം നീക്കങ്ങളിൽ ശക്തമായി പ്രതിഷേധിക്കുകയാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ K മുഹമ്മദ് കുഞ്ഞി, MM നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് ബാളികെ അസീസ് കൊലക്കേസ് അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിന് വെട്ടേറ്റു. പൈവളികെ ബായിക്കട്ടെ കളാരിയിലെ ജയറാം നോടേക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജയറാമിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ചേശ്വരം CI സിബി തോമസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ബാളികെ അസീസ് കൊലക്കേസടക്കം നിരവധി കേസുകളിലെ പ്രതിയായ ബായിക്കട്ട കളാരിയിലെ ജയറാം നോടേക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൈവളികയിൽ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. സമീപവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം SI രവിയും സംഘവും സ്ഥലത്തെത്തിയാണ് യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ജയറാമിന്റെ സഹോദരൻ പ്രഭാകരൻ നോടെയാണ് അക്രമത്തിന് പിന്നിലെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇയാൾക്കു വേണ്ടി മഞ്ചേശ്വരം CI സിബി തോമസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. കൊലക്കേസ്, കവർച്ചാ കേസ് അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ജയറാം. ജയറാമിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച സഹോദരി ഭർത്താവ് ചന്ദ്രശേഖരനും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം നടക്കുമ്പോൾ മാതാവും സഹോദരിയും സഹോദരി ഭർത്താവ് ചന്ദ്രശേഖരനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. തലപ്പാടി ടോൾഗേറ്റിലെ ജീവനക്കാർക്കെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. ജീവനക്കാർ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതായാണ് പരാതി. തലപ്പാടി ടോൾഗേറ്റിലെ ജീവനക്കാർക്കെതിരെയാണ് പ്രദേശവാസികളുടെ പരാതി. ജീവനക്കാർ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ ടോൾഗേറ്റിന് മുന്നിലെത്തി പ്രതിഷേധം അറിയിച്ചു. നേരത്തെ കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിലെ 5 കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവർക്ക് ടോൾ ഗേറ്റ് വഴി സൗജന്യ യാത്ര അനുവദിച്ചിരുന്നു. കർണാടക ജില്ലാ കളക്ടറുടെ ഓഫീസിൽ മന്ത്രി UT ഖാദർ, MP നളിൻ കുമാർ കട്ടീൽ, ഹർഷദ് വോർക്കടി, AKM അഷ്റഫ് തുടങ്ങിയ ജനപ്രതിനിധികളുടെയും സംഘടനാ ഭാരവാഹികളുടെയും നേതൃത്വത്തിലുള്ള യോഗത്തിലായിരുന്നു തീരുമാനം. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ തീരുമാനത്തെ കാറ്റിൽ പറത്തിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. ಬಹಿರಂಗವಾಗಿ ಇದಕ್ಕೆ ಕಾನೂನು ಬಗ್ಗೆ ಏನಾದರೂ ನೀವು ಇದ್ದರೆ ನಮ್ಮ ಬಗ್ಗೆ ಆಕ್ಷನ್ ಕೂಡ ತಗೋಬಹುದು. ಈ ಒಂದು ಸರ್ಕಾರಿ ಸಮಸ್ಯೆಯಾಗಿ ವ್ಯಕ್ತಿಯವರು ಕೇಳುವ ಹಾಗೆ ಇಲ್ಲ. ಇಲ್ಲಿನ ಜಿಲ್ಲಾಧಿಕಾರಿ, ನ್ಯಾಷನಲ್ ಹೈವೇ ಅಧಿಕಾರಿಗಳು, ನವಯುಗದ ಕಂಪನಿ ಅಧಿಕಾರಿ ಎಲ್ಲರ ಸಮ್ಮುಖದಲ್ಲಿ ತೆಗೆದುಕೊಂಡ ತೀರ್ಮಾನ ಏಕಾಏಕಿ ರದ್ದು ಮಾಡುವ ಅಧಿಕಾರ ನವಯುಗ ಕಂಪನಿ ಕೊಟ್ಟದ್ದು ಯಾರು? ಇನ್ನೊಮ್ಮೆ ಮೀಟಿಂಗ್ ಸೇರಿ ಬೇಕು. ಈ ತೀರ್ಮಾನ ತಗೊಳ್ಳೋದು ನಾವಲ್ಲ, ಜಿಲ್ಲಾಧಿಕಾರಿ ಅವರು, MP ಅವರು, ಇಲ್ಲಿನ MLA ಅವರು. ഹർഷാദ് വോർക്കടി, സിദ്ദീഖ് തലപ്പാടി, മുക്താർ, മുനീർ തുമിനാട്, മുസ്തഫ ഉദ്യാവർ, സിദ്ദീഖ് മഞ്ചേശ്വരം, സൈഫുള്ള തങ്ങർ, ഉമർ ബോർക്കാല, യഹ്യ ഗോൾഡ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ സംബന്ധിച്ചു. തുമ്മിനാട് ബ്രഹ്മശ്രീ മഹാകാളി ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. ഗണഹോമത്തോടെയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്.
ഗണഹോമത്തോടെയാണ് ക്ഷേത്രോത്സവത്തിന് തുടക്കമായത്. പതാക ഉയർത്തൽ, ദുർഗാപൂജ, കുങ്കുമാർച്ചനം, താളിം പ്രദർശനം, മഹാപൂജ, പ്രസാദ വിതരണം തുടങ്ങിയവ നടന്നു. 3 ധർമ്മദൈവ ഗുളിക നേമം, പഞ്ചുരുളി നേമം, ಬ್ರಹ್ಮಶ್ರೀ, ಮುಖೇರ, ತನ್ನಿಮಣಿಗ ದೈವങ്ങളുടെ ನೇಮങ്ങളും നടക്കും. ನಾಳಿನ ದಿವಸ ಬೆಳಿಗ್ಗೆಯಿಂದ ಹಾಗೂ ರಾತ್ರಿ ನೇಮೋತ್ಸವ ನಡೆಯಲಿದೆ. ಸಂಜೆ ಹೊತ್ತಿಗೆ ಗುಳಿಗ ನೇಮೋತ್ಸವ ಹಾಗೂ ಬ್ರಹ್ಮಶ್ರೀ ಮುಗೇರ ದೇವ ಹಾಗೂ ತನ್ನಿಮಣಿಗ ದೇವರ ನೇಮ ಕೂಡ ನಡೆಯಲಿದೆ. ಹಾಗೂ ಪಂಜುರ್ಲಿ ನೇಮ ಕೂಡ ಇದರ ಜೊತೆ ನಡೆಯಲಿದೆ. ಇವತ್ತಿಂದ ಪ್ರಾರಂಭಗೊಂಡು ಸೋಮವಾರ ತನಕ ನಡೆಯುವಂಥ ಈ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ ಭಕ್ತಾದಿಗಳು ಬಂದು ತನ್ನ ಮನ ಧನಗಳನ್ನು ಸಹಕರಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ വിനമ്രമായി വിനന്തി ಮಾಡ್ತಿದ್ದೇನೆ. തിങ്കളാഴ്ച പ്രസാദം വിതരണത്തോടെ ഉത്സവത്തിന് സമാപനമാകും. നെഹ്റു കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ എ അശോകൻ സർവീസിൽ നിന്നും വിരമിക്കും. അധ്യാപകന് ആദരമൊരുക്കി കോളേജ് സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാറും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയുമായ ഡോക്ടർ എ അശോകന് ആദരമൊരുക്കി വിദ്യാർത്ഥികൾ. കോളേജിലെ എക്കണോമിക്സ് വിഭാഗം സെമിനാർ സംഘടിപ്പിച്ചു. 3 പതിറ്റാണ്ടുകാലമായി ഡോക്ടർ എ അശോകൻ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അധ്യാപകനാണ്. കേരള സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലേക്കോ പുരോഗതിയിലേക്കോ എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. കൊച്ചിൻ സർവകലാശാല സാമ്പത്തിക വിഭാഗം മേധാവി ഡോക്ടർ എ എസ് ഹരികുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 2% അടുത്ത ഉള്ള ഒരു ഗ്രോത്ത് റേറ്റ് ആണ് കേരള ഇക്കോണമി ഉണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറിലെ ഭയങ്കരമായ കുറവാണ്. പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻസിൽ വരുന്ന ഒരു കുറവ് ഇക്കോണമി കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഇയർ വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 60-61 കാലഘട്ടത്തിൽ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 56% ആയിരുന്നു. കാലിക്കറ്റ് സർവകലാശാല സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ഷൈജൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ വി പി രാഘവൻ, ഡോക്ടർ കെ കെ ഹരിക്കുറുപ്പ്, ഡോക്ടർ ആർ സതീഷ് കുമാർ തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ എ അശോകൻ അധ്യക്ഷനായി. എം അനൂപ് കുമാർ, പ്രൊഫസർ എ ഗംഗാധരൻ നായർ, ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ, എ ശരത്, ഡോക്ടർ വിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടാക്സ് പ്രാക്ടീഷണർമാർക്കായി കാഞ്ഞങ്ങാട്ട് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പുതിയകോട്ടയിലെ ടാക്സ് ഫോറത്തിലാണ് ക്ലാസ് നടന്നത്. അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഹൊസ്ദുർഗ് താലൂക്കിന്റെ നേതൃത്വത്തിൽ ടാക്സ് പ്രാക്ടീഷണർമാർക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പുതിയകോട്ടയിലെ ടാക്സ് ഫോറത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും ആൾട്ടർനേറ്റീവ് മെഡിസിൻ, യോഗ എന്നിവയിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയുമായ ഡോക്ടർ അരുൺ കുമാറിന്റെ നേതൃത്വത്തിൽ ടാക്സ് ക്ലാസ് നടന്നു. പ്രാക്ടീഷണർമാർ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം എങ്ങനെ ലഘൂകരിക്കാമെന്നതിനെക്കുറിച്ചും പ്രായത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും എങ്ങനെ ജീവിത രീതി ക്രമീകരിക്കാമെന്നതിനെക്കുറിച്ചും ക്ലാസ് എടുത്തു. 21 ദിവസം നിങ്ങൾ ഉപവാസം ചെയ്യാം, പട്ടിണി കിടക്കാം, വെള്ളം മാത്രം കുടിക്കാം. 22-23 ദിവസം ആകുമ്പോഴത്തേക്ക് വ്യത്യാസമായിരിക്കും. അത് ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഡു ദാറ്റ്. 21 ദിവസം ഒന്നും വേണമെന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ വൃദ്ധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ആ ദിവസം എന്തെങ്കിലും ഒന്ന് വിശ്രമിക്കട്ടെ, ആ ദിവസമെങ്കിലും എനിക്കൊന്ന് വിശ്രമിക്കട്ടെ എന്ന് ശരീരം ആഗ്രഹിക്കുന്നു. ഉപവാസങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് വ്രതങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ മതങ്ങൾക്കും വ്രതങ്ങൾ ഉണ്ടായിരുന്നു, നോയമ്പെടുക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ ഒരു എയിം വെച്ചിട്ടായിരുന്നു, ഒരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നു. ശരീരമാദ്യം ഖലുധർമ്മ സാധനം. ആദ്യം ശരീരത്തിലാണ് കൺസേൺ പോകുന്നത്. നമ്മൾ ശരീരത്തിൽ ശ്രദ്ധിക്കണം. ശരീരം ആദ്യം അല്ലേ? ഇവിടെ ശരീരത്തിൽ നമുക്ക് ശ്രദ്ധയില്ല. താലൂക്ക് പ്രസിഡന്റ് ശ്യാം പ്രസാദ് അധ്യക്ഷനായ ചടങ്ങിൽ അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് കെ വി സുരേഷ് ബാബുവിനെ പൊന്നാടയണിയിച്ചു. തുടർന്ന് ജില്ലാ പ്രസിഡന്റ് ബി അരവിന്ദാക്ഷൻ ഓണറേറിയം ഡോക്ടർ അരുൺ കുമാറിന് കൈമാറി. വെൽഫെയർ സൊസൈറ്റി ട്രഷറർ നവീൻ കുമാർ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നാഗരാജ ഹെഗ്ഡെ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊലക്കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ക്രൈംബ്രാഞ്ച് SP VM മുഹമ്മദ് റഫീഖിനെയാണ് സ്ഥലം മാറ്റിയത്. കോട്ടയം ക്രൈംബ്രാഞ്ച് SP സാബു മാത്യുവിനാണ് പകരം ചുമതല. കസ്റ്റഡിയിൽ വാങ്ങിയ മുഖ്യപ്രതികളെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് സ്ഥലം മാറ്റം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബത്തെ സഹായിക്കാൻ ഫണ്ട് ശേഖരണവുമായി UDF. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തി.
പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തെ തുടർന്ന് പ്രതിരോധത്തിലായ CPM രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. യാദൃച്ഛികമായി സംഭവിച്ച പ്രാദേശിക വിഷയത്തെ ഉപയോഗിച്ച് CPM-നെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമം നടക്കുന്നതായി കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ 3ാമത് ബിരുദദാന ചടങ്ങ് പെരിയയിലെ ക്യാമ്പസിൽ നടന്നു. ഗവർണർ ജസ്റ്റിസ് J. സദാശിവം വിദ്യാർത്ഥികൾക്ക് ബിരുദം സമ്മാനിച്ചു. ബാളികെ അസീസ് കൊലക്കേസിലെ പ്രതി ജയറാം നോഡയ്ക്ക് വെട്ടേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ജയറാമിനെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലപ്പാടി ടോൾ ഗേറ്റ് ജീവനക്കാർക്കെതിരെ പ്രദേശവാസികളുടെ പരാതി. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിൽ ടോൾ ഗേറ്റിലെത്തി പ്രതിഷേധം അറിയിച്ചു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.